വെൽക്കം ഓൾ. നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. DHIC സെക്കൻഡ് ഇയറിലെ പേപ്പർ 5 നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക് ഉണ്ട്. NCD എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പേപ്പർ 5 ഏകദേശം ഒരു മെയിൻ ടോപ്പിക് ആണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. സിലബസ് പ്രകാരം ഏകദേശം 50 മാർക്കോളം നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. എസ്എ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ക്രോണിക് ഡിസീസിനെ കുറിച്ചാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാത്ത തരത്തിലുള്ള അസുഖങ്ങളെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ തന്നെയാണ് ഈ ക്രോണിക് ഡിസീസ് എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ക്രോണിക് ഡിസീസിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് an impairment of bodily structure and or function that necessitates a modification of the patient's normal life and has persisted over an extended period of time. ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ക്രോണിക് ഡിസീസിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതും അതുപോലെ ഒരു പേഷ്യന്റിന്റെ ബോഡിയുടെ സ്ട്രക്ചറിലോ ഫങ്ഷനിലോ ഏതെങ്കിലും രീതിയിൽ ഇമ്പയർമെന്റ് വരുത്തി അവരുടെ ഒരു നോർമൽ ലൈഫിനെ തന്നെ മോഡിഫൈ ചെയ്യുന്ന തരത്തിലുള്ള അസുഖങ്ങളെയാണ് നമ്മൾ ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ തന്നെ ചേഞ്ചസ് വരുത്തുന്ന തരത്തിലുള്ള അസുഖങ്ങളാണ് ഈ ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ക്രോണിക് ഡിസീസിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുവാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 5 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്രോണിക് ഡിസീസ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെർമനന്റ് ആയിരിക്കും. അതായത് ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഇത് അതേപോലെ തന്നെ നിലനിൽക്കുന്നതാണ്. പിന്നെ അതിൽ ചേഞ്ചസ് വരുന്നില്ല, നമ്മുടെ കൂടെ തന്നെ ഈ അസുഖങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലീവ് റെസിജ്വൽ ഡിസബിലിറ്റി. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇത് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാം. മൂന്നാമത്തെ കാര്യം കോസ്ഡ് ബൈ നോൺ റിവേഴ്സിബിൾ പാത്തോളജിക്കൽ ഓൾട്ടറേഷൻ. അതായത് അതിൽ പറയുന്നത് നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ലാസ്റ്റ് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പഴയ ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കത്തില്ല. അത്തരത്തിലുള്ള ഒരു നോൺ റിവേഴ്സിബിൾ പാത്തോളജിക്കൽ ഓൾട്ടറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ അതിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോയി പിന്നെ തിരിച്ച് നമ്മുടെ ആ ഒരു പഴയ ജീവിത രീതിയിലേക്ക് ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം റിക്വയർ സ്പെഷ്യൽ ട്രെയിനിങ് ഓഫ് ദ പേഷ്യന്റ് ഫോർ റീഹാബിലിറ്റേഷൻ. ഇത്തരത്തിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസ് വന്ന ആൾക്കാർക്ക് അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ആവശ്യമാണ്. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സ്പെഷ്യൽ ട്രെയിനിങ്, ഒരു സ്പെഷ്യൽ കെയർ എല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം റിക്വയർ ലോങ് പീരീഡ് ഓഫ് സൂപ്പർവിഷൻ, ഒബ്സർവേഷൻ ഓർ കെയർ. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന, അതായത് ഒരു മനുഷ്യന്റെ ലൈഫ് ലോങ്, ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് നീണ്ടു നിൽക്കുന്നവയാണ് ഇതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത്രയും കാലം അവർക്ക് ആവശ്യമായിട്ടുള്ള സൂപ്പർവിഷനും ഒബ്സർവേഷനും കെയറും ഒക്കെ കൊടുക്കേണ്ടി വരും. ഇത്തരത്തിൽ ഈ ഒരു 5 കാര്യങ്ങളാണ് ഈ ക്രോണിക് ഡിസീസസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇവ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ അത് ക്രോണിക് ഡിസീസ് ആയിട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എസ്സേ ഒക്കെ എഴുതുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രോണിക് ഡിസീസ്, ആ ക്രോണിക് ഡിസീസിന്റെ ഡെഫിനിഷൻ ഒക്കെ എഴുതി അതിന്റെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എക്സാമ്പിൾസ് ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കുറച്ച് എക്സാമ്പിൾസ്? നമ്മൾ നോർമലി നമ്മുടെ ലൈഫിൽ കേൾക്കുന്ന കാര്യങ്ങളുണ്ട്.
ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ബ്ലഡ് കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി നമ്മുടെ ലൈഫിൽ കേട്ടിട്ടുള്ളതാണ്. ഇത് മാത്രമാണോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്നത്? ഒരിക്കലുമല്ല. ഒരു വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഒരുപാട് ഡിസീസസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ കാർഡിയോവാസ്കുലർ ഡിസീസ്, റീനൽ ഡിസീസസ്, നെർവസ് ഡിസീസസ് ആൻഡ് മെന്റൽ ഡിസീസസ്. ഇതെല്ലാം തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്നതാണ്. പിന്നീട് ആർത്രൈറ്റിസ് പോലെയുള്ള മസ്കുലോ സ്കെലട്ടൽ കണ്ടീഷൻസും, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ, ആസ്മ പോലെയുള്ള റെസ്പിറേറ്ററി ഡിസീസസും നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് ആക്സിഡൻസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡിസബിലിറ്റീസ്, ആക്സിഡൻസിനെ നമ്മൾ ഓൾറെഡി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടാകും പെർമനന്റ് ആയിട്ട്. അതായത് നമുക്ക് ഇനി ഈ അസുഖം ആക്സിഡന്റ് വന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാല് നഷ്ടപ്പെടുകയോ കൈ നഷ്ടപ്പെടുകയോ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലേക്ക് പോകും. അതായത് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞു. അത്തരത്തിലുള്ളത് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെനൈലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്, വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെയാണ് സെനൈലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ബ്ലൈൻഡ്നസ്, ഓറൽ ഡിസീസസ്, ക്യാൻസർ, ഒബീസിറ്റി, ഈ പറയുന്നവയെല്ലാം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ലാസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത് ക്രോണിക് റിസൾട്ട്സ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ്. അതെന്താണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്? ക്രോണിക് റിസൾട്ട്സ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് ചില അസുഖങ്ങൾ തുടക്കത്തിൽ അത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിരിക്കും, പക്ഷെ അത് പ്രോഗ്രസ് ചെയ്ത് അതിന്റെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ട് മാറുന്നു. അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് എ ബീറ്റ ഹീമോളൈറ്റിക് സ്ട്രെപ്റ്റോകോക്ക എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സ്ട്രെപ്റ്റോകോക്കൽ ഫരിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രെപ്റ്റോകോക്കൽ ഫരിഞ്ചൈറ്റിസ് സ്റ്റേജില് ഇതെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റേജ് പ്രോഗ്രസ് ചെയ്ത് പിന്നീട് അത് റുമാറ്റിക് ഫീവർ ആയിട്ടും കോംപ്ലിക്കേഷൻ ആയി മാറുമ്പോൾ റുമാറ്റിക് ഹേർട്ട് ഡിസീസ് ആയിട്ടും മാറുന്നു. ഈ പറയുന്ന റുമാറ്റിക് ഹേർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അപ്പൊ ഇത് തുടങ്ങിയത് എവിടെയാണ്? സ്ട്രെപ്റ്റോകോക്കൽ ഫരിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ തുടങ്ങി അവസാനം അതിന്റെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലായിട്ടുള്ള റുമാറ്റിക് ഹേർട്ട് ഡിസീസിലേക്ക് വന്നപ്പോൾ അത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ട് മാറിയിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇവിടെ ക്രോണിക് റിസൾട്ട്സ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന റുമാറ്റിക് ഹേർട്ട് ഡിസീസിനെ കുറിച്ചൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തില് കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ നിന്നും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലേക്ക് പ്രോഗ്രസ് ചെയ്ത് മാറാം എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനുള്ള എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രശ്നമാണ്, അതെങ്ങനെ നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് തന്നെ നമ്മൾ ഗ്ലോബലി ഉള്ള കാര്യമായിട്ടും അത് ഇന്ത്യയിൽ എങ്ങനെ പ്രശ്നമാണ് എന്നുള്ള കാര്യവും നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഗ്ലോബലി ഇത് എങ്ങനെയാണ് പ്രശ്നമായിട്ടുള്ളതെന്ന് നോക്കാം. ഏകദേശം നമ്മുടെ ഒരു ടോട്ടൽ ഡെത്തിന്റെ എല്ലാ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മരണങ്ങളുടെയും ടോട്ടലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 74% നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കാരണമുള്ള ഡെത്ത് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മുടെ കൺട്രീസിനെ തന്നെ നമ്മൾ ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ് എന്നൊക്കെ തിരിച്ചിട്ടുണ്ടല്ലോ. അതില് ഡെവലപ്ഡ് കൺട്രീസിൽ ഈ NCD കാരണം ഉണ്ടാവുന്ന ഡെത്തിന്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസസും ക്യാൻസറുമാണ്. ഓക്കെ, ഈ രണ്ട് ഡിസീസസ് കാരണമാണ് ഏറ്റവും കൂടുതൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കാരണമുള്ള ഡെത്ത് സംഭവിക്കുന്നത്. അതിന്റെ താഴെ തന്നെ കുറച്ച് കണക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. NCD കാരണം സംഭവിക്കുന്ന ഡെത്തുകളുടെ ലീഡിംഗ് കോസസ് ഗ്ലോബലി ഉള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് 4 ഡിസീസസ് ആണ്. അതായത് കാർഡിയോവാസ്കുലർ ഡിസീസസ്, ക്യാൻസർ, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് ആൻഡ് ഡയബറ്റീസ്. എന്തുകൊണ്ടാണ് ഈ 4 ഡിസീസസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിന്റെ ഉത്തരം അവിടെ തന്നെയുണ്ട്. നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതും ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നതുമായ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് ഈ 4 നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് കൊടുക്കുന്ന 4 നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്
കാർഡിയോവാസ്കുലർ ഡിസീസസ്, ക്യാൻസർ, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് ആൻഡ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതിൽ കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. 44% മരണമാണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്. രണ്ടാമത് ക്യാൻസർ ആണ്, 16% മരണം സംഭവിക്കുന്നുണ്ട്. ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് കാരണം 9%, ഡയബറ്റിസ് കാരണം 4% മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്നും തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എത്രമാത്രം പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഗ്ലോബലി ഉള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിൽ ഉള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇത് എങ്ങനെയാണ് പ്രശ്നമാകുന്നത് എന്ന് നോക്കിയാൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ മൊത്തം ഉള്ള ഡെത്ത് നമ്മൾ നോക്കിയാൽ അതിന്റെ ഒരു 63% ഈ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കാരണമാണ് സംഭവിക്കുന്നത്. അതിന്റെ താഴത്തെ പോയിന്റിൽ ഇന്ത്യ ഷെയർസ് മോർ ദാൻ 2/3 ഓഫ് ദ ടോട്ടൽ ഡെത്ത് ഡ്യൂ ടു NCDs ഇൻ ദ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻസ് ഓഫ് WHO എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതില് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ മെമ്പർ സ്റ്റേറ്റ്സിനെ 6 റീജിയൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് ഒരു റീജിയൻ ആണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻസ്. അത് എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻസിലാണ് നമ്മുടെ ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻസിൽ ഒരുപാട് കൺട്രീസ് ഉണ്ട്. അത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻസിന്റെ 2/3 NCD കാരണമുള്ള ഡെത്തിന്റെ 2/3 സംഭവിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം പ്രശ്നമാണ് നമ്മുടെ ഇന്ത്യയിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുത്തുന്നതെന്ന്. അത്രത്തോളം കേസസും മരണവും നമ്മുടെ ഇന്ത്യയിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കാരണം വരുന്നുണ്ടെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ സൈഡിൽ തന്നെ ഒരു പൈ ചാർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ ഡിസീസസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്, അതുപോലെ തന്നെ മരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. 27% കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണ് കണ്ടുവരുന്നത്. പിന്നീട് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് 26%. തൊട്ട് പുറകിൽ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് 26% കാണുന്നുണ്ട്. പിന്നീട് മറ്റുള്ള NCDs എല്ലാം കൂടി ഒരു 13% കാണുന്നത്. ഇഞ്ചുറീസും ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസും 11% കാണുന്നുണ്ട്. ക്യാൻസർ 9%, ഡയബറ്റിസ് 3% കാണുന്നുണ്ട്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിലും എന്താണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണ്. ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതാണ് നമ്മൾ ഗ്ലോബലി അതുപോലെ തന്നെ ഇന്ത്യയിലെയും ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത് റീസൺസ് ഫോർ ഇൻക്രീസിംഗ് ട്രെൻഡ് ഓഫ് NCD. എന്തുകൊണ്ട് ഇത്തരത്തില് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൂടുതലായിട്ട് കണ്ടുവരുന്നു? നമ്മൾ പണ്ടത്തെയൊക്കെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കമ്മ്യൂണിക്കബിൾ ഡിസീസിനെക്കാളും ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു ചേഞ്ച് വന്നത്? ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൂടുതലായിട്ട് വന്നത്? അതിനുള്ള ഒരു 3 റീസൺസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ലൈഫ് എക്സ്പെക്ടൻസി. നമ്മുടെ ആയുർദൈർഘ്യത്തിൽ വന്ന വർധനവ്. ആയുർദൈർഘ്യത്തിൽ വന്ന വർധനവ് എങ്ങനെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൂടുന്നതിന് കാരണമാകുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആയുർദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും കൂടുന്നു. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓൾഡ് ഏജിലാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ ഓൾഡ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും കൂടുതലായിട്ട് വരുന്നതിനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് ബിഹേവിയറൽ പാറ്റേൺസ് ഓഫ് പീപ്പിൾ. നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ വന്ന മാറ്റങ്ങൾ, ഇതെങ്ങനെയാണ് NCDയിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പണ്ടത്തെ പോലെയല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ ഡയറ്റിന്റെ കാര്യത്തിലാണെങ്കിലും എക്സസൈസിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ കൂടുതലും എല്ലാവരും ഫാസ്റ്റ് ഫുഡിലേക്കാണ് പോകുന്നത്.
പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ മാറി വരുന്ന ലൈഫ് സ്റ്റൈലും നമ്മുടെ NCDs കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ്, മോഡേൺ മെഡിക്കൽ കെയർ, ദാറ്റ് ഈസ് ഇംപ്രൂവ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ സിസ്റ്റം. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഒക്കെ വളരെയധികം ഇംപ്രൂവ് ആയി അല്ലേ? പണ്ടത്തെ പോലെയല്ലല്ലോ. നമ്മൾ ഒരുവിധമുള്ള അസുഖങ്ങൾക്കെല്ലാം നമ്മൾ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ മാക്സിമം കെയർ എല്ലാ ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇംപ്രൂവ് ആയപ്പോഴത്തേന് നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് സാധിച്ചു. ഈ പറഞ്ഞതുപോലെ തന്നെ അസുഖങ്ങൾക്കൊക്കെ മരുന്നൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേനും ലൈഫ് എക്സ്പെക്ടൻസിയിൽ ഇൻക്രീസ് ഉണ്ടായി. അത് ഈ ഓൾഡ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നതിന് കാരണമായി. അത്തരത്തിൽ നോക്കുവാണെങ്കിൽ NCDയുടെ എണ്ണം ആ രീതിയിലും കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പം ആ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൂടി നിന്നിടത്ത് നിന്നും ഇപ്പോൾ NCD കൂടി നിൽക്കുന്നതിനുള്ള 3 കാരണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, വാട്ട് ആർ ദ ഇമ്പാക്ട്സ് ഓഫ് ക്രോണിക് ഡിസീസസ്. ക്രോണിക് ഡിസീസസ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ലോസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവന് തന്നെ ആപത്താണ്. നമ്മുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെടാം. ഇത് കാരണം കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്കൊക്കെ പോയിട്ട് നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം. രണ്ടാമത്തെ കാര്യം, ഡിസേബിൾമെന്റ്. വൈകല്യങ്ങൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള NCDകൾ വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് പോവർട്ടിയാണ്, ദാരിദ്ര്യം. ഈ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ചികിത്സയ്ക്കായിട്ടൊക്കെ നല്ല രീതിയിൽ പണം ആവശ്യമായിട്ടുണ്ട്. ഇത്തിരി സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചില സമയത്ത് ഈ പണച്ചെലവൊന്നും അവർക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് പിന്നെയും അവരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടത്തേ ഉള്ളൂ. ആ രീതിയിൽ നോക്കുവാണെങ്കിൽ പോവർട്ടിയും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആണ്. നാലാമത്തെ കാര്യം, എക്കണോമിക് ലോസ് ടു ദ കൺട്രി. നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ അല്ലേ? നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമല്ലേ നമ്മുടെ കൺട്രിയുടെ എക്കണോമിയും ഇൻക്രീസ് ആവുള്ളൂ. അത്തരത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോ ഡിസീസ് വരുവാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് നമുക്ക് ലോസ്റ്റ് ആവുകയാണ്. ആ രീതിയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ കൺട്രിയിൽ എക്കണോമിക് ലോസ് ഉണ്ടാവുന്നതിന് ക്രോണിക് ഡിസീസസ് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഈ 4 ഇമ്പാക്റ്റ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ ലൈഫിൽ ക്രോണിക് ഡിസീസസ് കാരണം ഉണ്ടാകുന്നത്. അടുത്ത ഈ സ്ലൈഡ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. നമ്മൾ നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു സ്ലൈഡാണ് ഈ എപ്പിഡമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോ, ETR എന്ന് പറയുന്നത്. എന്താണ് ETR അല്ലെങ്കിൽ എപ്പിഡമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോ? ETR ഈസ് ഡിഫൈൻഡ് ആസ് ദ DALYs caused by CMNNDs to those caused by NCDs and injuries. ഇതാണ് എപ്പിഡമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോക്ക് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ETR ഈക്വൽ ടു DALYs caused by CMNNDs ഡിവൈഡഡ് ബൈ DALYs caused by NCDs and injuries. ഇതില് ഡാലി എന്ന് പറഞ്ഞ ഒരു ടേം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡാലി എന്ന് നമുക്കൊന്ന് നോക്കാം. ഡാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയർ എന്നുള്ളതാണ് ഡാലി എന്ന് പറയുന്നത്. എന്താണ് ഡാലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോപ്പുലേഷന്റെ ഡിസീസ് ബേർഡൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു മെഷറാണ് ഡാലി എന്ന് പറയുന്നത്. ഒരു ആൾക്ക് പ്രിമച്വർ ഡെത്തോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയോ കാരണം എത്ര ഹെൽത്തി ലൈഫ് ലോസ്റ്റ് ആവുന്നു എന്നുള്ള ഒരു മെഷർമെന്റ് ആണ് ഡാലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാലിയുടെ ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡാലി ഈക്വൽ ടു YLD പ്ലസ് YLL. YLD എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് ലോസ് ടു ഡിസബിലിറ്റി എന്നാണ്. ഡിസബിലിറ്റി കാരണം എത്ര ഹെൽത്തി ലൈഫ് നഷ്ടമായി, പ്ലസ് YLL എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് ഓഫ് ലൈഫ് ലോസ്റ്റ് എന്നാണ്. പ്രിമച്വർ ഡെത്ത് കാരണം എത്ര ടൈം അവർക്ക് ലോസ്റ്റ് ആയി. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാലി കിട്ടും. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ എത്രമാത്രം ഡിസീസ് ബേർഡൻ ഉണ്ട് എന്ന് ഈ ഡാലിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഡാലി വെച്ചിട്ടാണ് നമ്മൾ എപ്പിഡമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇതിൽ ഡാലിസ് കോസ്ഡ് ബൈ CMNNDs എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ CMNND എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ മെറ്റേണൽ നിയോനേറ്റൽ ആൻഡ് ന്യൂട്രീഷണൽ ഡിസീസസ്.
ഇതിനെ എല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണ് CMNNDs. അതിന്റെ ഡാലീസിനെ NCDയുടെ ഡാലീസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എപ്പിഡെമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോ കിട്ടുന്നത്. ഇനി ഈ എപ്പിഡെമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ അതിന്റെ, അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കേസിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നോക്കിയാൽ, ഈ എപ്പിഡെമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലായിട്ടാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ബേർഡൻ കൂടുതലാണ് എന്നാണ്. അതേസമയം റേഷ്യോ ഒന്നിൽ താഴെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അവിടെ ആ ഒരു പോപ്പുലേഷനിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ബേർഡൻ ആയിരിക്കും കൂടുതലെന്ന്. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണോ കൂടുതൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണോ കൂടുതൽ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പിഡെമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോ ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അവിടെ കേരളത്തിന്റെ എപ്പിഡെമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോ 0.16 എന്നും ബീഹാറിന്റെ എപ്പിഡെമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോ 0.74 എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, കേരളത്തില് ETR കുറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോ അവിടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പ്രശ്നമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അതേസമയം ബീഹാറിൽ എപ്പിഡെമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോ 0.74 ആണ് കാണിക്കുന്നത്. അതായത് ETR അവിടെ കൂടുതലായിട്ട് നിൽക്കുന്നു. അപ്പോ അവിടെ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബേർഡൻ ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പിഡെമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോ ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ എപ്പിഡെമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്തത് ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിലാണെങ്കിൽ പോലും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലായിടത്തും എല്ലാ ഡിസീസിലും നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു കാര്യമാണ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ് റിസ്ക് ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ പഠിച്ചു തുടങ്ങുന്നത് അതിന്റെ കോസേറ്റീവ് ഏജന്റ് ആണ്. ഒരു കോസേറ്റീവ് ഏജന്റ് കാരണമായിരിക്കും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതില് അത്രയും ഇമ്പോർട്ടന്റ് ആണ് കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യത്തിൽ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ റിസ്ക് ഫാക്ടേഴ്സ് കാരണമാണ് നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുന്നത്. ഓക്കെ, ഇതില് റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതില് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ അതിന്റെ എക്സാമ്പിൾസ് നോക്കിയാൽ അറിയാം. സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഒബീസിറ്റി, ഡിക്രീസ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്നതാണ്. ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്മോക്കിംഗ് നിർത്താം, ആൽക്കഹോളിസം നിർത്താം, അതുപോലെ തന്നെ ഒബീസിറ്റി അവർക്ക് കൺട്രോൾ ചെയ്ത് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവർക്ക് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതിന്റെ എക്സാമ്പിൾ നോക്കിക്കേ. ഏജ്, ജെൻഡർ, എത്തിനിസിറ്റി, ജനറ്റിക് ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്നതല്ല, ഓൾറെഡി അങ്ങനെ ഉള്ള ഫാക്ടേഴ്സ് ആണ്. പക്ഷേ ഈ ഫാക്ടേഴ്സും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഏജ് കൂടുന്നതിനനുസരിച്ച് ഒരാൾക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരുന്നതിനുള്ള സാധ്യത കൂടുകയാണ്. ജെൻഡർ, ചില NCDs ഫീമെയിൽസിലായിരിക്കും കൂടുതൽ, ചില NCDs മെയിൽസിലായിരിക്കും കൂടുതൽ.
നമ്മൾ ഇനി ഓരോ ഡിസീസും എടുത്ത് പറയുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില NCDs സ്ത്രീകളിലായിരിക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ചിലത് പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എത്നിസിറ്റി, ചില പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ മാത്രമായിട്ട് കണ്ടുവരുന്ന ഡിസീസസ് ഉണ്ട്, അതാണ് എത്നിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനറ്റിക് ഫാക്ടേഴ്സ്, ജനിതകപരമായ കാര്യങ്ങൾ കാരണം ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരാറുണ്ട്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല, നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്നതല്ല. പക്ഷെ ഇത് കാരണവും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരുന്നുണ്ട്. അതാണ് തുടക്കത്തിൽ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്, മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. ഇനി നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ടൊബാക്കോ യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും നല്ല രീതിയിൽ ടൊബാക്കോ യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോ ഇത് തന്നെ രണ്ട് ടൈപ്പിലുണ്ട് ടൊബാക്കോ യൂസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ടൊബാക്കോ യൂസും ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് സ്മോക്കും ഉണ്ട്. ഡയറക്റ്റ് ടൊബാക്കോ യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്മോക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ടൊബാക്കോ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതുമാണ് ഡയറക്റ്റ് ടൊബാക്കോ യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്മോക്ക് ചെയ്യുന്നില്ല, പാസീവ് സ്മോക്കിംഗ് എന്ന് പറയും. നമ്മുടെ അടുത്ത് നിന്നുകൊണ്ട് ഒരാൾ സ്മോക്ക് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും അത് ശ്വസിക്കും. അത് പക്ഷെ നമ്മളായിട്ട് ചെയ്യുന്നതല്ല, അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ അത് കാരണവും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ പ്രശ്നം ഇത്തരത്തിൽ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് കാരണമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഈ ടൊബാക്കോ യൂസ് തന്നെ ഡയറക്റ്റ് ടൊബാക്കോ യൂസും ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് സ്മോക്കും ഉണ്ട്. ഇതിപ്പോ ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ ഡിസീസിലേക്ക് നയിക്കുന്ന ഫാക്ടർ തന്നെയാണ് രണ്ടും. ഇനി ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ ഡെത്ത് എടുക്കുവാണ്, മൊത്തത്തിലുള്ള മരണനിരക്ക് എടുക്കുവാണെങ്കിൽ അതിന്റെ ഒരു 10% ഈ ടൊബാക്കോ യൂസ് കാരണമാണ് വരുന്നത്. ഓക്കെ, പിന്നെ അതിന് തൊട്ട് താഴത്തെ പോയിന്റിൽ നമ്മൾ കുറച്ച് ഡിസീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ടൊബാക്കോ യൂസ് കാരണം വരുന്ന ഡിസീസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതില് ഏകദേശം 71% ലങ് ക്യാൻസർ വരുന്നത് ടൊബാക്കോ യൂസ് കാരണമാണ്. ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസിന്റെ 42%, കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ 10% ടൊബാക്കോ യൂസ് കാരണമാണ് വരുന്നത്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നോക്കൂ, ഈ ടൊബാക്കോ യൂസ് നമ്മൾ നിർത്തുവാണെങ്കിലും ഈ പറയുന്ന ഡിസീസസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മളെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണിത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യത്തിൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് നമ്മളൊന്ന് പ്രിവെന്റ് ചെയ്യാൻ നോക്കിയാൽ തന്നെ ആ ഡിസീസിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് കഴിയും. ഇനി ലാസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മെന്നില് സ്മോക്കിംഗ് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് മിഡിൽ ഇൻകം കൺട്രീസിലാണ് ഇത് കണ്ടുവരുന്നത്. ടൊബാക്കോയെ കുറിച്ച് നമ്മൾ ഇത്രയും പോയിന്റ്സ് ആണ് പറയുന്നത്. രണ്ട് ടൈപ്പ് ആയിട്ടുണ്ട്, ഡയറക്റ്റും അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് സ്മോക്കും. ടോട്ടൽ ഡെത്തിന്റെ ഒരു 10% ഇത് കാരണമാണ് വരുന്നത്. ഇത് കാരണം വരുന്ന പ്രധാനപ്പെട്ട നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് ലങ് ക്യാൻസർ, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് ആൻഡ് കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്ന് പറയുന്നത് നമ്മുടെ ടൊബാക്കോ യൂസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു റിസ്ക് ഫാക്ടർ ആണ് ഇൻസഫിഷ്യന്റ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഇതും നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുറച്ച് സമയം കണ്ടെത്തിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതില് ഫസ്റ്റ് പോയിന്റ് വായിച്ചു നോക്കിയാൽ തന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പീപ്പിൾ who are insufficiently active have a 20 to 30% increased risk of death compared to people who are sufficiently active. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സഫീഷ്യന്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച്
കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻസഫിഷ്യന്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, തീരെ വർക്ക് ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം 20 മുതൽ 30% വരെ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡെത്ത് ആണ്. അവര് മരണപ്പെടാനുള്ള സാധ്യത 20 മുതൽ 30% വരെയാണ് എന്ന് പറയുന്നു. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. നമുക്ക് കറക്റ്റ് ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ താഴെ പറയുന്ന ഡിസീസസിനെ വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതൊരു പോയിന്റ് ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു പ്രിവെന്റിങ് ആൻഡ് മാനേജിങ് NCDs such as cardiovascular diseases, cancer, diabetes, depression and anxiety. ഈ പറഞ്ഞിരിക്കുന്ന NCDസിനെയൊക്കെ കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും ഡയബറ്റിസ് ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും ആൻസൈറ്റി ആണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് മാനേജ് ചെയ്ത് നിർത്താം, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഇൻസഫിഷ്യന്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഹൈ ഇൻകം കൺട്രീസിലാണ്. ഇതാണ് ഇൻസഫിഷ്യന്റ് ഫിസിക്കൽ ആക്ടിവിറ്റിയെ കുറിച്ച് പറയുന്നത്. ഇത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു റിസ്ക് ഫാക്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത്രയും ഡിസീസിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാർംഫുൾ യൂസ് ഓഫ് ആൽക്കഹോൾ ആണ്. ഈ പറഞ്ഞ രണ്ട് റിസ്ക് ഫാക്ടറിനെയും പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൽക്കഹോളിന്റെ ഹാർംഫുൾ യൂസ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഈ ആൽക്കഹോൾ യൂസ് കാരണമുള്ള പ്രശ്നങ്ങൾ എന്നും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ വൈസിൽ നോക്കുവാണെങ്കിൽ ഇതെങ്ങനെയാ ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് നോക്കാം. നമ്മുടെ വേൾഡിലുള്ള ടോട്ടൽ ഡെത്തിന്റെ ഏകദേശം 5.9% ഈ ഒരു ആൽക്കഹോൾ യൂസ് കാരണമാണ് വരുന്നത് എന്ന് പറയുന്നു. ഇനി ഇത് കാരണം വരുന്ന മെയിൻ ആയിട്ടുള്ള NCDs ആണ് ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ലിവർ സിറോസിസ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ എന്നിവ. അപ്പോ ഇത്രയും ഡിസീസസിനെ ആൽക്കഹോൾ യൂസ് ഒഴിവാക്കിയാൽ നമുക്ക് മാറ്റി നിർത്താം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മാത്രമാണോ ആൽക്കഹോൾ യൂസിന്റെ പ്രശ്നം? അല്ല, ഡൊമസ്റ്റിക് വയലൻസ് ഉൾപ്പെടെയുള്ള വയലന്റ് ക്രൈം വരെ ഈ ഒരു ആൽക്കഹോൾ യൂസ് കാരണം നടക്കുന്നുണ്ട്. നമ്മൾ ടോട്ടലി നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യം കൂടി എടുത്തു കഴിഞ്ഞാൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു വില്ലൻ തന്നെയാണ്. മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനും അത്രത്തോളം നല്ലതാണ്, നമ്മുടെ പേഴ്സണൽ ലൈഫിനും അത്രത്തോളം നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ആൽക്കഹോൾ യൂസും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഹൈ ഇൻകം കൺട്രീസിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആൽക്കഹോളിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വേൾഡിൽ ടോട്ടൽ 5.9% ഡെത്തും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ആൽക്കഹോൾ യൂസ് ആണ്. ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ലിവർ സിറോസിസ്, ഡയബറ്റിസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ, ഈ പറയുന്ന NCDs എല്ലാം ഇതിന്റെ ഹാർംഫുൾ യൂസ് കാരണം വരുന്നതാണ്. കൂടാതെ സൊസൈറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസും മറ്റുള്ള രീതിയിലുള്ള ക്രൈംസും ഒക്കെ കൂടി വരുന്നതിന് ഇതൊരു കാരണമാണ്. പിന്നീട് ഇതിന്റെ ഹാർംഫുൾ യൂസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഹൈ ഇൻകം കൺട്രീസിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ അടുത്ത ഒരു റിസ്ക് ഫാക്ടർ ആണ് പറയുന്നത്. ഇത് നമുക്ക് എന്താണ്, ആദ്യത്തെ ഇൻസഫിഷ്യന്റ് ഫിസിക്കൽ ആക്ടിവിറ്റിയെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് അൺഹെൽത്തി ഡയറ്റ്. നമ്മുടെ ഡയറ്റും നമ്മുടെ ജീവിതത്തെ അത്രത്തോളം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ആണ്. ആരോഗ്യപരമായിട്ടുള്ള ആഹാര രീതികൾ അല്ലെങ്കിൽ ഭക്ഷണ രീതികളാണ് നമുക്ക് വേണ്ടത്. ഇത് എങ്ങനെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലേക്ക് പോകുന്നത് എന്നാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഏതൊക്കെ രീതിയിലുള്ള ഫുഡ് കഴിച്ചാൽ NCDസിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണ രീതികളാണ് നമ്മളെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും അത്രയും ഒന്നും
ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താറില്ല. ഇപ്പോ കൂടുതലും എല്ലാവരും ജങ്ക് ഫുഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിന് അത്രമാത്രം ദോഷകരവുമാണ്. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ കുറവായിട്ടാണ് കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെ അതിന്റെ അളവ് നമ്മുടെ ഭക്ഷണത്തിൽ കുറയുന്നത് മൂലം ചില നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോ കൺസംഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ റിസ്ക് ഫോർ കാർഡിയോവാസ്കുലർ ഡിസീസസ്, സ്റ്റൊമക് ക്യാൻസർ ആൻഡ് കോളോറെക്ടൽ ക്യാൻസേഴ്സ്. ഈ പറയുന്ന സ്റ്റൊമക് ക്യാൻസർ, കോളോറെക്ടൽ ക്യാൻസർ, പിന്നീട് കാർഡിയോവാസ്കുലർ ഡിസീസസ് ഈ കറക്റ്റ് രീതിയിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പറയുന്ന ഡിസീസസിനെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ അടുത്ത നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു വില്ലനാണ് ഈ സോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സോൾട്ട് കൺസംഷൻ വളരെയധികം കൂടുതലാണെന്നുണ്ടെങ്കിലും അത് പിന്നീട് ഹൈപ്പർ ടെൻഷനിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള കാർഡിയോ വാസ്കുലർ ഡിസീസസിലേക്കും പോകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോ സോൾട്ട് കൊച്ചിലെ മുതലേ തന്നെ നമ്മുടെ ഒരു മിനിമം ലെവലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഹൈപ്പർ ടെൻഷനും അതുപോലെ മറ്റുള്ള കാർഡിയോവാസ്കുലർ ഡിസീസസും ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന കാര്യമാണ്. പിന്നീട് അടുത്ത കാര്യം ഹൈ കൺസംഷൻ ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആൻഡ് ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്നുള്ളതാണ്. നമുക്ക് ഫാറ്റ്സ് രണ്ട് രീതിയിലാണ് ഉള്ളത്. സാച്ചുറേറ്റഡ് ഫാറ്റ്സും ഉണ്ട്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സും ഉണ്ട്. ഓക്കെ, ഇതില് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫാറ്റ്സ് ആണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫാറ്റ്സ് ആണ് ഈ പറയുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ്സും ട്രാൻസ് ഫാറ്റി ആസിഡ്സും. ഇവയുടെ കൺസംഷൻ നമ്മുടെ ഫുഡ് ഐറ്റംസിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഹാർട്ട് ഡിസീസിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ഈ അൺഹെൽത്തി ഡയറ്റിന്റെ കാര്യവും കൂടുതലായിട്ടും ഹൈ ഇൻകം കൺട്രീസിലാണ് കണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ ഡയറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എങ്ങനെയാണ് NCD-യിലേക്ക് പോകുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കുറവ് എടുക്കുന്നത് മൂലമാണ് കാർഡിയോവാസ്കുലർ ഡിസീസസ്, സ്റ്റൊമക് ക്യാൻസർ, കോളോറെക്ടൽ ക്യാൻസർ ഇതിന്റെയൊക്കെ സാധ്യത കൂടുന്നത്. അതുപോലെ തന്നെ സോൾട്ടിന്റെ കൺസംഷൻ കൂടുന്നത് കാരണമാണ് ഹൈപ്പർ ടെൻഷനും മറ്റുള്ള കാർഡിയോവാസ്കുലർ ഡിസീസസും വരുന്നത്. അതേപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ട്രാൻസ് ഫാറ്റി ആസിഡ് ഇവയുടെ കൺസംഷൻ കൂടുമ്പോഴാണ് നമുക്ക് ഹാർട്ട് ഡിസീസ് വരുന്നത് എന്ന് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്ന കാര്യമാണ്. ഇത്രയും റിസ്ക് ഫാക്ടേഴ്സ് പഠിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കൂടുതൽ കാര്യവും നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്നതാണ്. നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ രീതിയിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ പോലും നമുക്ക് ഭാവിയിൽ ഈ പറയുന്ന അസുഖങ്ങളെ നമ്മുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുന്നതാണ്. അപ്പോ നമുക്ക് അടുത്ത റിസ്ക് ഫാക്ടർ ഏതാണെന്ന് നോക്കാം. അഞ്ചാമത്തെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് റേസ്ഡ് ബ്ലഡ് പ്രഷർ ആണ്. നമ്മുടെ രക്താതിമർദ്ദം എന്ന് പറയുന്ന കണ്ടീഷൻ. ടോട്ടൽ ഡെത്തിന്റെ ഏകദേശം 12.8% ഈ ഒരു റേസ്ഡ് ബ്ലഡ് പ്രഷർ കാരണമാണ് വരുന്നത്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ വൺ ഓഫ് ദ മേജർ റിസ്ക് ഫാക്ടർ ആണ്. അപ്പൊ ഈ ഒരു BP ഒരു നോർമൽ ലെവലിൽ നിലനിർത്തേണ്ടത് ഈ കാർഡിയോവാസ്കുലർ ഡിസീസസിനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ താഴെ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ നമ്മൾ 2015 ഒരു ഗ്ലോബൽ പ്രിവലൻസ് നടത്തി. മൊത്തത്തില് ലോകത്തില് ഈ BP-യുടെ ഒരു പ്രിവലൻസ് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ നോക്കിയപ്പോൾ ഏകദേശം 22% ആണെന്നാണ് മനസ്സിലായത്. അപ്പോ ആ കാലത്ത് തന്നെ ഇതിന് റേസ്ഡ് ബ്ലഡ് പ്രഷറിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രയും ആൾക്കാരിൽ നമ്മൾ ബ്ലഡ് പ്രഷർ കണ്ടുവരുന്നു എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് പ്രഷർ ഒക്കെ കൂടുതലും നല്ല ഒരു ഏജ്ഡ് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷമായിട്ടും വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈൽ ഒക്കെ കാരണം
ഏകദേശം 30 വയസ്സിന് മുകളിലോട്ടാകുമ്പോഴേ ഇത്തരത്തില് ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഈ ബ്ലഡ് പ്രഷർ ഈ ഒരു ലെവലിൽ തന്നെ ഹൈ ലെവലിൽ തുടർന്നു കഴിഞ്ഞാൽ അത് പിന്നീട് കാർഡിയോവാസ്കുലർ ഡിസീസസിലേക്ക് മാറുന്നു. നമ്മുടെ ലൈഫിന് തന്നെ എന്താണ് അപകടകരമായ നിലയിലേക്ക് പോകുന്നുണ്ട്. അതാണ് ബ്ലഡ് പ്രഷറിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഒരു റിസ്ക് ഫാക്ടർ ആണ് ഓവർ വെയിറ്റ് ആൻഡ് ഒബീസിറ്റി എന്ന് പറയുന്നത്. ഈ ഓവർ വെയിറ്റും ഒബീസിറ്റി നമ്മുടെ ഡയറ്റിൽ വരുന്ന ചേഞ്ചസ് കാരണമാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഈ ഓവർ വെയിറ്റും ഒബീസിറ്റിയും വന്നു കഴിഞ്ഞാലും അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ഡയബറ്റിസ്, ക്യാൻസർ, ഹൈപ്പർ ടെൻഷൻ ഇത്തരത്തിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലേക്ക് നയിക്കുന്നതാണ്. നമ്മൾ നമ്മുടെ ഡയറ്റിൽ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുകയും കറക്റ്റ് രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുകയുമാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ഓക്കെ, ഈ ഓവർ വെയിറ്റ് ആൻഡ് ഒബീസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് മിഡിൽ ഇൻകം കൺട്രീസിലാണ്. ഇതിന്റെയും ഒരു ഗ്ലോബൽ പ്രിവലൻസ് നമ്മൾ 2016 നോക്കിയപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ ഏകദേശം 11% പുരുഷന്മാരിലും 15% സ്ത്രീകളിലും ഒബീസ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അത്രത്തോളം ഒരു പ്രോബ്ലമാണ് ഈ ഓവർ വെയിറ്റും ഒബീസിറ്റി എന്ന് പറയുന്നത്. ഹേർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ഡയബറ്റിസ്, ക്യാൻസർ, ഹൈപ്പർ ടെൻഷൻ ഇതിനെല്ലാമുള്ള ഒരു റിസ്ക് ഫാക്ടറാണ് ഓവർ വെയിറ്റും ഒബീസിറ്റി എന്ന് പറയുന്നത്. ഈ ഒബീസിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കുന്നതായിരിക്കും. അതിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചും ഓരോന്നും എടുത്തെടുത്ത് നമ്മൾ അന്നേരം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ താഴെ നമ്മൾ റേസ്ഡ് കൊളസ്ട്രോളിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. കൊളസ്ട്രോൾ ലെവൽ കൂടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിലേക്കും സ്ട്രോക്കിലേക്കും ഒക്കെ നയിക്കുന്നതാണ്. കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഹൈ ഇൻകം കൺട്രീസിലാണ്. ഇതാണ് ഓവർ വെയിറ്റ് ആൻഡ് ഒബീസിറ്റിയെ കുറിച്ചും റേസ്ഡ് കൊളസ്ട്രോളിനെ കുറിച്ചും പറയാനുള്ളത്. നെക്സ്റ്റ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ക്യാൻസർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് ആണ്. ഓക്കെ, ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ആ ക്യാൻസർ എന്ന് പറയുന്ന ഡിസീസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലോബലി നമ്മളെ ഒരു ക്യാൻസർ ബേർഡിന്റെ 18% ലോ ഇൻകം കൺട്രീസിലാണ് കണ്ടുവരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ റിസ്ക് ഫാക്ടറിൽ പറഞ്ഞിരിക്കുന്നത് ചില വൈറസ്, ബാക്ടീരിയ ഒക്കെ കാരണം ചില പ്രത്യേക ക്യാൻസേഴ്സ് വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് എക്സാമ്പിൾ പോലെ ഈ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിവർ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്. അതുപോലെ ക്യാൻസർ സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്നത്. പക്ഷേ ക്യാൻസറിന്റെ കാര്യത്തിൽ നമുക്ക് പ്രിവെന്റീവ് ആക്ഷൻ എന്നുള്ള രീതിയിൽ വാക്സിനേഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും ഒക്കെ വാക്സിൻ ഉള്ളതായിട്ട് നമുക്കറിയാം. അപ്പൊ പ്രോപ്പർ രീതിയിൽ വാക്സിൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന ക്യാൻസേഴ്സിനെ ഒഴിവാക്കി നിർത്താൻ സാധിക്കുന്നതാണ്. നമുക്ക് ക്യാൻസർ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 4 ഡിസീസസിനെ, അതായത് 4 നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഗ്ലോബലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെത്ത് ഉണ്ടാവുന്നതിൽ 2ാം സ്ഥാനമാണ് ക്യാൻസറിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒന്നും കൂടാതെ നമുക്ക് എൻവയോൺമെന്റിൽ തന്നെ ഈ NCDs വരുന്നതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മുടെ ഒക്യുപേഷണൽ ഹസാർഡ്സ്, എയർ, വാട്ടർ പൊല്യൂഷൻസ് ഒക്കെ നമ്മൾ പറയുന്നത്. ഒക്യുപേഷണൽ ഹസാർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നമുക്ക് വരുന്ന അസുഖങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതും ഈ പറയുന്ന ചില NCDsiലേക്കൊക്കെ നയിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒക്യുപേഷണൽ ഹസാർഡ്സിന്റെ കാര്യം പറയുമ്പോൾ
സിലിക്ക ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് സിലിക്കോസിസ് എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ വരുന്നതായിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തില് ചില ഒക്യുപ്പേഷനും നമ്മളെ NCDസിലേക്ക് നയിക്കുന്ന റിസ്ക് ഫാക്ടറാണ്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യമാണ് എയർ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എയർ പൊല്യൂഷൻ ആണെങ്കിലും വാട്ടർ പൊല്യൂഷൻ ആണെങ്കിലും നമ്മുടെ ലൈഫിന് ബാധിക്കുന്ന തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ്. അതും ഈ പറഞ്ഞതുപോലെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ റിസ്ക് ഫാക്ടറിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും റിസ്ക് ഫാക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ കാര്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം തന്നെ കൂടുതലും ഈ പറഞ്ഞതിൽ കൂടുതലും നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ റിസ്ക് ഫാക്ടർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. പല റിസ്ക് ഫാക്ടേഴ്സ് ഒരേ ഡിസീസിന് തന്നെ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാലോ, കാർഡിയോവാസ്കുലർ ഡിസീസസ് തന്നെ നമ്മൾ ടൊബാക്കോ യൂസിന്റെ അടുത്താണെങ്കിലും ആൽക്കഹോൾ യൂസിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെന്താ റേസ്ഡ് കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, ഇതിന്റെ കാര്യത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരേ ഡിസീസിന് തന്നെ പല റിസ്ക് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മൾ ഇനി അടുത്ത വരുന്ന സ്ലൈഡിലൊക്കെ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഗ്യാപ്സ് ഇൻ നാച്ചുറൽ ഹിസ്റ്ററി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു പണ്ട് കാലത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിരുന്നു കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ നമുക്ക് കുറെയൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്ത് നിർത്തി. ഓക്കെ, ഇപ്പോ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇത്രയും വലിയൊരു ബേർഡൻ ആയി മാറിയത് എങ്ങനെയാണ്? എന്തുകൊണ്ട് നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ നമ്മുടെ പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് അത്രത്തോളം ഫലപ്രദമാവാത്തത് എന്തുകൊണ്ടാണ്? അതാണ് ഈ ഒരു ഗ്യാപ്സ് ഇൻ നാച്ചുറൽ ഹിസ്റ്ററിയിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഒരു 4 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് എ നോൺ ഏജന്റ്. കമ്മ്യൂണിക്കബിൾ ഡിസീസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് ഏജന്റ് കാണും. ആ ഒരു പോസിറ്റീവ് ഏജന്റിനെ നമുക്ക് തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസീസിനെ കൺട്രോൾ ചെയ്യാം. ആ ഒരു ഡിസീസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നമുക്ക് അത്തരത്തിലൊരു ഏജന്റ് ഇല്ല. പകരം അവിടെ എന്താണുള്ളത്? കുറെ അധികം റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഒരു റിസ്ക് ഫാക്ടർ ആണോ? അല്ല, ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്, മൾട്ടി ഫാക്ടോറിയൽ കോസേഷൻ. ഒരു രോഗത്തിന് തന്നെ പല റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഒരെണ്ണത്തിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് ആ ഡിസീസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കില്ല. ആ ഓരോ റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. അത്തരത്തിൽ ഒരു നോൺ ഏജന്റ് ഇല്ലാത്തതും മൾട്ടി ഫാക്ടോറിയൽ കോസേഷൻ ആയതുകൊണ്ടുമാണ് ഇതിന്റെ പ്രിവെന്റീവ് ആക്ഷൻസ് അത്രത്തോളം ഫലപ്രദമാവാത്തത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോങ് ലേറ്റൻ പീരീഡ്. എന്താണ് ലേറ്റൻ പീരീഡ്? നമ്മള് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യത്തിൽ പറയുന്ന ഒരെണ്ണമാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഒരു കോസേറ്റീവ് ഏജന്റ് നമ്മുടെ ശരീരത്തിൽ കയറി ഫസ്റ്റ് സിംറ്റംസ് വരാനെടുക്കുന്ന ആ ഒരു ടൈം പീരീഡ്, അതിനെയാണല്ലോ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു റിസ്ക് ഫാക്ടർ വന്ന് അതിന്റെ ഫസ്റ്റ് ഒരു ക്ലിനിക്കൽ സിംറ്റം വരെ എടുക്കുന്ന ആ ഒരു ടൈം ഇന്റർവെൽ. ഓക്കെ, ഇന്റർവെൽ ബിറ്റ്വീൻ എക്സ്പോഷർ ടു റിസ്ക് ഫാക്ടർ ആൻഡ് ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ക്ലിനിക്കൽ സിംറ്റംസ്, അതിനെയാണ് നമ്മൾ ലേറ്റന്റ് പീരീഡ് എന്ന് പറയുന്നത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യത്തിൽ ഇത് വളരെയധികം നീണ്ടതാണ്, ലോങ് ആയിട്ടുള്ള ലേറ്റന്റ് പീരീഡ് ആണ് ഉള്ളത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ചിലപ്പോൾ നമ്മൾ അറിയുന്നത് തന്നെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലാകുന്ന ടൈം ആയിരിക്കും. അത്രയും നീണ്ട ഒരു ലേറ്റന്റ് പീരീഡ് ആയതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് സമയത്ത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനോ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനോ സാധിക്കുന്നില്ല. അതും ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള ഒരു റിസ്ക് ഫാക്ടർ ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ഓൺസെറ്റ്.
സ്ലോ പ്രോഗ്രഷൻ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിസീസ്ഡ് ആൻഡ് നോൺ ഡിസീസ്ഡ്, ഇറിവേഴ്സിബിൾ ഡാമേജ് വൈൽ ഡയഗ്നോസ്ഡ്. അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത്, സ്ലോലി പ്രോഗ്രസ് ചെയ്യുന്നതുമാണ്, വളരെ വളരെ കാലം നീണ്ടു നിൽക്കുന്നതും അതേപോലെ തന്നെ വളരെ പതിയെ പതിയെ പ്രോഗ്രസ് ചെയ്ത് വരുന്നതുമായിട്ടുള്ള ഡിസീസസ് ആണ്. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ പോലെ പെട്ടെന്ന് നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാനോ അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനോ ചില സമയങ്ങളിൽ സാധിക്കാറില്ല. വളരെ സ്ലോലി ആണ് ഇത് പ്രോഗ്രസ് ചെയ്ത് വരുന്നത്. അതേപോലെ തന്നെ ഡിസീസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഡിസീസ് അല്ലാത്തുള്ള ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഇറിവേഴ്സിബിൾ ഡാമേജ് വൈൽ ഡയഗ്നോസ്ഡ്. ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ നല്ല ടൈം എടുക്കും. കാരണം ഇതിന്റെ സിംറ്റംസ് ഒന്നും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രകടമായി കാണില്ല. അപ്പോ ഇത് നമുക്ക് സിംറ്റംസ് ഒക്കെ വന്നു തുടങ്ങുന്ന സ്റ്റേജിൽ ചിലപ്പോൾ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയി കാണും. അപ്പോഴത്തേന് നമുക്ക് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജ്, തിരിച്ച് പഴയ ഒരു സ്റ്റേജിലേക്ക് പോവാൻ പറ്റാത്ത രീതിയിലുള്ള ഡാമേജസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കാണും. ഓക്കെ, അതൊക്കെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 4 പോയിന്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ പ്രിവെന്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന അസുഖങ്ങളല്ല. അതിനുള്ള പോയിന്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ഒരു ഏജന്റ് ഇല്ല, പകരം കുറെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു രോഗത്തിന് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ സിംഗിൾ ഒരു റിസ്ക് ഫാക്ടറിനെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഒരേ സമയം പല റിസ്ക് ഫാക്ടേഴ്സിനെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ലോങ് ലേറ്റൻ പീരീഡ്, പെട്ടെന്ന് അതിന്റെ സിംറ്റംസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. വളരെ സ്ലോലി പ്രോഗ്രസ് ചെയ്തിട്ടാണ് പിന്നീട് അത് ഡെവലപ്പ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു ഡെവലപ്പ് ചെയ്ത് ചിലപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഡാമേജസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഗ്യാപ്സ് ഇൻ നാച്ചുറൽ ഹിസ്റ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് പ്രിവെൻഷൻ ഓഫ് NCD. ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് എത്രയും ഫലപ്രദമായിട്ട് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ആ റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെ ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന മിക്കവാറും ഉള്ള എല്ലാ NCDസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ആ പറഞ്ഞിരിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ് താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. സ്മോക്കിംഗ് സെസേഷൻ, നമ്മുടെ പുകവലി നിർത്തുക. റെസ്ട്രിക്ഷൻ ഓഫ് ആൽക്കഹോൾ, മദ്യപാനം ഒഴിവാക്കുക. റെഡ്യൂസ് സോൾട്ട് ഇൻടേക്ക്, ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക. റീപ്ലേസ് ട്രാൻസ് ഫാറ്റ് വിത്ത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. നമ്മൾ ഡയറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അപ്പോൾ ഈ ട്രാൻസ് ഫാറ്റി ആസിഡും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഡയറ്റ് മോഡിഫിക്കേഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് സോൾട്ടി ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള ഫുഡും ഒക്കെ ഒഴിവാക്കി കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇത്തരത്തില് ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യുക. പിന്നീട് ഇതിനനുസരിച്ച് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എക്സസൈസ് കൊടുക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റി കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും NCDs പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഒരു NCDസിനെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സിനെ മാനേജ് ചെയ്ത് നിർത്തുക. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലെജിസ്ലേഷൻ ആണ്. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോക്കിംഗ് സെസേഷനും ആൽക്കഹോളിന്റെ ഒക്കെ യൂസ് കുറയ്ക്കുന്നതിന് നമുക്ക് ലോസ് ഒക്കെ ഉണ്ട്. മീൻസ് കോഡ്പ പോലെയുള്ള ആക്ട്സ് ഒക്കെ ഉണ്ടല്ലോ. പൊതുസ്ഥലങ്ങളിൽ സിഗരറ്റ് വലിക്കുന്നതും അതുപോലെ തന്നെ മദ്യപാനത്തിനെതിരെയും ഒക്കെയുള്ള ലോസ്, അതൊക്കെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ അത് വഴിയിട്ട് നമുക്ക് മാക്സിമം ഈ ഒരു സ്മോക്കിങ്ങും ആൽക്കഹോളും ഒക്കെ കുറച്ചു കൊണ്ടുവരാൻ, അതിന്റെയൊക്കെ യൂസ് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുക. ഫുഡ് ശ്രദ്ധിക്കുക, കറക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുക, ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടവ എന്തൊക്കെയാണെന്നും
ഉൾപ്പെടുത്തേണ്ടാത്തത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഈ ഒരു NCDs പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മളിപ്പോ എങ്ങനെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഓക്കെ, ഈ ഒറ്റയടിക്കങ്ങ് പ്രിവെൻഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. അതിന് കുറച്ച് ലെവൽസ് ഉണ്ട്. ഓരോ ലെവലായിട്ടാണ് നമ്മൾ പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്, നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഇനി അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഓരോ ഡിസീസസും പഠിക്കുമ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പ്രിവെൻഷൻ ആക്ടിവിറ്റീസും നമ്മൾ അതിൽ മെൻഷൻ ചെയ്യും. ഓക്കെ, നമുക്കപ്പോ ഏതൊക്കെയാണ് ഈ ഒരു ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൈമറി പ്രിവെൻഷൻ ആണ്. തേർഡ് വൺ സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ഫോർത്ത് വൺ ടെറിഷറി പ്രിവെൻഷൻ. ഇനി ഈ ഓരോ ലെവൽ ഓഫ് പ്രിവെൻഷനും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതില് ആദ്യത്തെ രണ്ടെണ്ണം, അതായത് പ്രൈമോഡിയൽ പ്രിവെൻഷനും പ്രൈമറി പ്രിവെൻഷനും ഹെൽത്തി ആയിട്ടുള്ള പീപ്പിളാണ് നമ്മൾ ചെയ്യുന്നത്. അതേസമയം സെക്കൻഡറി പ്രിവെൻഷനും ടെറിഷറി പ്രിവെൻഷനും നമ്മൾ സിക്ക് ആയിട്ടുള്ള, അതായത് രോഗികളിലാണ് ചെയ്യുന്നത്. ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പൊ ആദ്യം നമുക്ക് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, primordial prevention means prevent the development of risk factors. Okay, prevention of the emergence or development of risk factors in the community or population groups in which they have not yet appeared. ഈ റിസ്ക് ഫാക്ടർ പോലും ഡെവലപ്പ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. അതായത് റിസ്ക് ഫാക്ടർ വരാതെ നോക്കുന്നു. ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണല്ലോ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ റിസ്ക് ഫാക്ടർ വന്നിട്ടാണ് പിന്നീട് അത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ ഒരു റിസ്ക് ഫാക്ടറെ വരാതെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഡിസീസ് വരാനുള്ള ചാൻസും വളരെയധികം കുറവായിരിക്കുമല്ലോ. ഇത് കൂടുതലും ഈ ഒരു പ്രൈമോഡിയൽ പ്രിവെൻഷൻ ലെവൽ കൂടുതലും നമ്മൾ ചൈൽഡ്ഹുഡിലെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷനും കൊടുക്കാം, മാസ് എഡ്യൂക്കേഷനും കൊടുക്കാം. പബ്ലിക്കിനെ അവെയർ ചെയ്യുകയാണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം അവർക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എങ്ങനെയൊക്കെ ചേഞ്ച് വരുത്താം, അത് പിന്നീട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലേക്ക് പോകും, അപ്പൊ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ അവെയർ ചെയ്യുകയാണ്. അതിന് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഇൻഡിവിജ്വൽ ആയിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് മാസ് എഡ്യൂക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പം ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന കണ്ടീഷന് സോൾട്ട് കൺസംഷൻ കൂടുതൽ അത് കാരണമല്ലേ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ ചൈൽഡ്ഹുഡ് മുതലേ ആ ഒരു സോൾട്ട് ഇൻടേക്ക് ഒക്കെ കുറച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ ലെവൽ ഭാവിയിൽ അവർ വരാതിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ റിസ്ക് ഫാക്ടർ പോലും ഡെവലപ്പ് ആവാതിരിക്കാൻ നോക്കുന്ന ആ ഒരു ലെവൽ ഓഫ് പ്രിവെൻഷനെയാണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറി പ്രിവെൻഷൻ ആണ്. അവിടെ നോക്കിയാൽ ഓൾറെഡി റിസ്ക് ഫാക്ടർ വന്നു, ഓക്കെ, പക്ഷെ അത് ഡിസീസ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റിസ്ക് ഫാക്ടറിനെ കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഡിസീസ് വരാതിരിക്കാൻ നമുക്ക് നോക്കാലോ. ദാറ്റ് ഈസ് പ്രിവെന്റ് ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ് ബൈ മാനേജിങ് റിസ്ക് ഫാക്ടേഴ്സ്. നമുക്ക് ഉണ്ടായിരിക്കുന്ന ആ ഒരു റിസ്ക് ഫാക്ടറിനെ കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോയി ആ ഒരു ഡിസീസിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നു. മേ ബി ആ ഒരു ഡിസീസ് പിന്നീട് ഒരിക്കലും നമുക്ക് വരത്തില്ല. കാരണം റിസ്ക് ഫാക്ടർ നമ്മൾ അതുപോലെ തന്നെ മാനേജ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസീസ് പിന്നീട് നമുക്ക് വരത്തില്ല. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തത് ഹെൽത്ത് പ്രൊമോഷൻ, രണ്ടാമത്തത് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഈ രണ്ട് രീതിയിലാണ് നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഈ ഹെൽത്ത് പ്രൊമോഷനും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ്. അത് ഈ ആൾക്കാർക്ക്, നമ്മുടെ പോപ്പുലേഷന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാം.
നമ്മുടെ വാട്ടർ, അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്യുക, സാനിറ്റേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കുക. പിന്നീട് പീരിയോഡിക് ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പറയണം. നമ്മളിപ്പം പറയുന്നുണ്ട് 30 വയസ്സിന് മുകളിലുള്ള എല്ലാവരും കറക്റ്റ് ആയിട്ട് BP, ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ പീരിയോഡിക് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെയാണ് ഹെൽത്ത് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ലൈഫ് സ്റ്റൈലിലും ഇംപ്രൂവ്മെന്റ് വരുത്തുന്നതിനുള്ള കാര്യങ്ങളാണ് ഹെൽത്ത് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണ് പറഞ്ഞത്. ഈ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ. കറക്റ്റ് ആയിട്ട് നമ്മൾ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും ഒക്കെ വാക്സിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത്തരത്തില് വാക്സിനേഷൻ ഉള്ള അസുഖങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആ ഒരു റിസ്ക് ഫാക്ടറിനെ മാനേജ് ചെയ്യുകയാണ്. പിന്നീട് ആ ഒരു ഡിസീസിലേക്ക് അത് പ്രോഗ്രസ് ചെയ്ത് പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് ധരിക്കുക, സേഫ്റ്റി ബെൽറ്റ്സ് യൂസ് ചെയ്യുക. ഈ പറയുന്നത് എല്ലാം തന്നെ സ്പെസിഫിക് പ്രൊട്ടക്ഷന് എക്സാമ്പിൾ ആണ്. ഇമ്മ്യൂണൈസേഷൻ ആണെങ്കിലും സേഫ്റ്റി ബെൽറ്റ്സും ഹെൽമെറ്റ്സും യൂസ് ചെയ്യുന്നതാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്പെസിഫിക് പ്രൊട്ടക്ഷനകത്ത് വരുന്നതാണ്. ഈ റിസ്ക് ഫാക്ടറിനെ അവിടെ മാനേജ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിസ്ക് ഫാക്ടറും കഴിഞ്ഞു, ഡിസീസ് ഡെവലപ്ഡ് ആയി. ഓക്കെ, അവിടെ ഡിസീസ് വന്നു. ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഡിസീസിനെ മാനേജ് ചെയ്യുക. ഡിസീസിനെ മാനേജ് ചെയ്തുകൊണ്ട് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ നോക്കുക എന്നുള്ളതാണ്. അവിടെ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്: ഇയർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റ്. എത്രയും പെട്ടെന്ന് അസുഖം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ലെവൽ ഓഫ് പ്രിവെൻഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണോ? അല്ല, കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് സെക്കൻഡറി പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലെവൽ ഓഫ് പ്രിവെൻഷൻ. ഇയർലി ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്രീനിങ് ഒക്കെ നടത്തില്ലേ ഓരോ ഡിസീസസിനും? ഇപ്പൊ ഹൈപ്പർ ടെൻഷന്, ഡയബറ്റീസിന്, ക്യാൻസറിന്, ഇതിനൊക്കെ സ്ക്രീനിങ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്താറുണ്ടല്ലോ. അങ്ങനെ അത്തരത്തില് ഡയഗ്നോസിസ് ചെയ്ത് പെട്ടെന്ന് തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതിരിക്കാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡറി പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തേതാണ് ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ലാസ്റ്റ് ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ്. അവിടെ നമ്മുടെ റിസ്ക് ഫാക്ടറും കഴിഞ്ഞു, ഡിസീസും കഴിഞ്ഞു, കോംപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് പോയി. ഓക്കെ, അവിടെ ഡിസബിലിറ്റീസ് വന്നു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഡിസബിലിറ്റീസിനെ ലിമിറ്റ് ചെയ്യാൻ നോക്കുക. അത്തരത്തിലുള്ള പേഷ്യൻസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള കാര്യമാണ് ടെറിഷറി പ്രിവെൻഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ഡിസബിലിറ്റീസ് വന്ന ആൾക്കാർക്ക് നമ്മൾ ഹിയറിംഗ് എയ്ഡ്സും സ്ട്രക്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, വാക്കിംഗ് എയ്ഡ്സും ഒക്കെ കൊടുക്കില്ലേ? അതൊക്കെ ഈ റീഹാബിലിറ്റേഷനകത്ത് വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോ ഇത് നാലെണ്ണമാണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പ്രൈമോഡിയൽ പ്രിവെൻഷനും പ്രൈമറി പ്രിവെൻഷനും ഹെൽത്തി പീപ്പിളിലാണ് ചെയ്യുന്നത്. സെക്കൻഡറി പ്രിവെൻഷനും ടെറിഷറി പ്രിവെൻഷനും ആർക്കാണ്? സിക്ക് ആയിട്ടുള്ള രോഗികൾക്കാണ്, പേഷ്യന്റിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പൊ മനസ്സിലായി കാണും. പ്രൈമോഡിയൽ പ്രിവെൻഷനും പ്രൈമറി പ്രിവെൻഷനും ലെവലിൽ ഡിസീസ് വന്നിട്ടില്ല, ആ റിസ്ക് ഫാക്ടറും അതിന് മുന്നേ ഉള്ള സ്റ്റേജ് ആണ്. അപ്പൊ അത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ്, അവരിലാണ് നമ്മൾ ആ രണ്ട് ലെവൽ ഓഫ് പ്രിവെൻഷൻ ചെയ്യുന്നത്. അതേസമയം സെക്കൻഡറി പ്രിവെൻഷനും ടെറിഷറി പ്രിവെൻഷനും നോക്കുകയാണെങ്കിൽ അവർ ഡിസീസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് ഓൾറെഡി അസുഖം വന്നു കഴിഞ്ഞു, അതുപോലെ തന്നെ ഡിസബിലിറ്റീസ് വന്നു കഴിഞ്ഞു. ഇനി എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ആ ഒരു രണ്ട് ലെവൽ ഓഫ് പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മള് ഫസ്റ്റ് ഇയറിൽ നാഷണൽ പ്രോഗ്രാംസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓരോ നാഷണൽ പ്രോഗ്രാംസിനെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യത്തിലും അത്തരത്തില് നാഷണൽ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ പേരാണ് NPNCD. NPNCD സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ പ്രോഗ്രാം ഫോർ
പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇതാണ് NPNCDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ പ്രോഗ്രാം ആണ് NPNCD എന്ന് പറയുന്നത്. പക്ഷേ ഇത് റീസെന്റ് ആയിട്ടാണ് ഇതിന്റെ ഈ ഒരു പേര് ചേഞ്ച് ആക്കിയത്. ആദ്യമേ ഇതിന്റെ പേരെന്ന് പറയുന്നത് NPCDCS എന്നായിരുന്നു. അതായത് നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ് ആൻഡ് സ്ട്രോക്ക്. ഇങ്ങനെയായിരുന്നു ഫോർമർലി ഇതിന്റെ ഒരു നെയിം എന്ന് പറയുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് 2023 മെയ്യിലാണ് ഇതിന്റെ നെയിം ചേഞ്ച് ആക്കി NPCDCS എന്നുള്ളത് NPNCD ആക്കി മാറ്റിയിട്ടുള്ളത്. എന്തിനാണ് ഇപ്പൊ ഈ ഒരു നെയിം ചേഞ്ച് ആക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ പേര് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ക്യാൻസർ, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ്, സ്ട്രോക്ക് ഇതിനെ മാത്രമായിരുന്നു. ഓക്കെ, അപ്പോ അത് മാത്രം പോരാ, NCDs കൂടി വരികയാണ്. അപ്പൊ എല്ലാ NCDസിനും, എല്ലാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനും തുല്യ പ്രാധാന്യം കൊടുത്ത് എല്ലാത്തിനെയും ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് നമ്മൾ ഈ പേര് 2023 NPNCD, അതായത് നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് ചേഞ്ച് ആക്കിയത്. ഓക്കെ, ഈ പ്രോഗ്രാം പ്രധാനമായിട്ടും അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ NCDയുടെ ബേർഡൻ കുറയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെ? ഹെൽത്ത് പ്രൊമോഷനിലൂടെയും ഇയർലി ഡയഗ്നോസിസിലൂടെയും കണ്ടീഷൻസ് മാനേജ്മെന്റിലൂടെയും ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. The program aims to reduce the burden of NCDs in India through health promotion, early diagnosis, management of conditions and capacity building. അപ്പോ എന്തുകൊണ്ടാണ് ഈ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത്? നമ്മൾ ആദ്യമേ പ്രിവലൻസ്, ഗ്ലോബൽ പ്രിവലൻസ് ഒക്കെ നോക്കിയപ്പോഴും പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോഴും നമ്മുടെ ആ ഒരു സിയർ റീജിയണിൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയണിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കാരണമുള്ള ഡെത്ത് നടക്കുന്നത് ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ അത്രത്തോളം വലിയ ഒരു പ്രോബ്ലം ആണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യേണ്ടത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഹെൽത്ത് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇയർലി ഡയഗ്നോസിസ്, എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാമോ അത്രയും പെട്ടെന്ന് ഈ അസുഖങ്ങൾ കണ്ടുപിടിക്കുക. നമ്മൾ പീരിയോഡിക് ആയിട്ട് ഹെൽത്ത് ചെക്കപ്സ് ഒക്കെ നടത്തണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ലോങ് ആയിട്ടുള്ള ലേറ്റൻ പീരീഡ് ആണെന്ന് പറഞ്ഞല്ലോ, പെട്ടെന്നൊന്നും ഇതിന്റെ സിംറ്റംസ് പുറത്തേക്ക് വരില്ല. അപ്പോൾ നമ്മളായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ഹെൽത്ത് ചെക്കപ്സ് ഒക്കെ നടത്തി ഇയർലി ഈ അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്യുക. ഡയഗ്നോസ് ചെയ്താൽ മാത്രം മതിയോ? പോരാ. ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഈ കണ്ടീഷൻസ് നമ്മൾ മാനേജ് ചെയ്യണം. അതായത് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. ആ ഒരു ഡിസീസസിനെ പിന്നീട് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോവാതെ നോക്കുക. ഡിസബിലിറ്റി ആ ഒരു സ്റ്റേജിലേക്ക് പോവാതെ നോക്കണം. പിന്നെ കപ്പാസിറ്റി ബിൽഡിങ്, ഹെൽത്ത് വർക്കേഴ്സിനൊക്കെ നമ്മൾ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. കമ്മ്യൂണിറ്റി എങ്ങനെ അവെയർ ചെയ്യിക്കണം, അവർക്ക് എങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹെൽത്ത് വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക. അതാണ് കപ്പാസിറ്റി ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പോയിന്റ് നോക്കൂ. While the name has broadened, the program continues to focus on preventing and controlling major non-communicable diseases, including cardiovascular diseases, cancers, diabetes, and chronic respiratory diseases. ഇപ്പോ റീസെന്റ് ആയിട്ട് ഈ ഒരു പേര് ചേഞ്ച് ആക്കി എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ പ്രോഗ്രാം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മേജർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ ഡിസീസസ്, ക്യാൻസർ, ഡയബറ്റിസ് ആൻഡ് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസിനെ തന്നെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ കേസസ് വരുന്നതും ഈ 4 ഡിസീസസിൽ നിന്നുമാണ്. അതുകൊണ്ട് നമ്മളെ ഈ ഒരു പ്രോഗ്രാമിന് പേര് ചേഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ഈ 4 ഡിസീസസിനെ തന്നെയാണ്. ഇതിനെ ഒരുവിധം പ്രിവെന്റ് ചെയ്താൽ തന്നെ നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ബേർഡൻ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇതാണ് നാഷണൽ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്.
ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ ഒരു ലാസ്റ്റ് ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇവിടെ നോക്കാനുള്ളത് WHO സ്റ്റെപ്പ് സർവേയെ കുറിച്ചാണ്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് WHO സ്റ്റെപ്പ് സർവേ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ WHO സ്റ്റെപ്പ് സർവേ എന്ന് പറയുന്നത്. ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ സർവൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സർവേ മെത്തേഡ് ആയിരുന്നു ഈ WHO സ്റ്റെപ്പ് സർവേ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആ NCDസിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ക്രൂട്ടിനി ചെയ്യുകയാണ്, സർവൈലൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സർവേ മെത്തേഡ് ആയിരുന്നു WHO സ്റ്റെപ്പ് സർവേ എന്ന് പറയുന്നത്. WHO has developed a survey methodology known as the STEPS Non-Communicable Disease Risk Factor Survey to help countries establish NCD surveillance system. NCDയുടെ ഒരു സർവൈലൻസ് സിസ്റ്റം എല്ലാ കൺട്രീസിലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ഒരു WHO സ്റ്റെപ്പ് സർവേ നമ്മൾ കണ്ടക്ട് ചെയ്തത്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് സർവേയെ കുറിച്ച് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ പേരിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഈ ഒരു മെത്തേഡിലും 3 സ്റ്റെപ്സ് ആയിട്ടാണ് കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത്. ഏതാണ് ആ 3 സ്റ്റെപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റിനെയർ, ഫിസിക്കൽ മെഷർമെന്റ്സ് ആൻഡ് ബയോകെമിക്കൽ മെഷർമെന്റ്സ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് സർവേയിൽ ഇങ്ങനെ 3 സ്റ്റെപ്സ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആദ്യത്തെ സ്റ്റെപ്പില് ക്വസ്റ്റിനെയർ, രണ്ടാമത്തെ സ്റ്റെപ്പില് ഫിസിക്കൽ മെഷർമെന്റ്സ് ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പില് ബയോകെമിക്കൽ മെഷർമെന്റ്സ്. ഈ ഒരു സർവേയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ റിസ്ക് ഫാക്ടർ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു, മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. അതേപോലെ തന്നെ അത് രണ്ടും മാത്രമല്ല NCDസിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ സോഷ്യോ എക്കോണമിക് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, മെറ്റാബോളിക് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ന്യൂട്രീഷണൽ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ബേസ് ചെയ്തിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചും ഒരു ഡേറ്റ നമുക്ക് ലഭ്യമാക്കാൻ ഈ ഒരു WHO സ്റ്റെപ്പ് സർവേ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് WHO സ്റ്റെപ്പ് സർവേയെ കുറിച്ച് പറയുന്നത്. നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ആ ഒരു സർവൈലൻസ് സിസ്റ്റം ആണ്. അതിനു വേണ്ടിയിട്ട് റിസ്ക് ഫാക്ടേഴ്സിനെ സർവൈലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സർവേ മെത്തേഡ് ആയിരുന്നു WHO സ്റ്റെപ്പ് സർവേ എന്ന് പറയുന്നത്. 3 സ്റ്റെപ്സിലൂടെയാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത്. ഫസ്റ്റ് വൺ ക്വസ്റ്റിനെയർ, സെക്കൻഡ് വൺ ഫിസിക്കൽ മെഷർമെന്റ്സ് ആൻഡ് തേർഡ് വൺ ബയോകെമിക്കൽ മെഷർമെന്റ്സ്. അപ്പം ഈ ഒരു സർവേ മെത്തേഡ് വഴിയിട്ട് പല തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള ഡേറ്റ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിപ്പോ സോഷ്യോ എക്കോണമിക് റിസ്ക് ഫാക്ടർ ആണെങ്കിലും മെറ്റാബോളിക് ആണെങ്കിലും ന്യൂട്രീഷണൽ ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ റിസ്ക് ഫാക്ടേഴ്സ് ആണെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള ഡേറ്റ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ ഇതിന് 3 സ്റ്റെപ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ സ്റ്റെപ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഈ സ്റ്റെപ്പ് വൈസ് അപ്രോച്ചിൽ 3 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ക്വസ്റ്റിനെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്വസ്റ്റിനെയർസ് ഗ്യാദർ ഇൻഫർമേഷൻ ഓൺ ഡെമോഗ്രാഫിക്സ്, ബിഹേവിയർ, റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി റിലേറ്റഡ് ടു NCD. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ക്വസ്റ്റിനെയർസ് ചെന്നിട്ട് നമ്മൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അവിടെ കളക്ട് ചെയ്യുന്നത്. അവരുടെ ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് അവർ ടൊബാക്കോ യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ, ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണോ, അവരുടെ ഡയറ്റ് എങ്ങനെയാണ്, ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെയാണ്, ഇതൊക്കെ NCDയിലേക്ക് പോകുന്ന തരത്തിലാണോ അവരുടെ ആക്ടിവിറ്റീസ് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അവർക്ക് ഓൾറെഡി NCD ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി കാണുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ക്വസ്റ്റിനെയർ സ്റ്റേജിൽ അവരോട് ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണോ, നിങ്ങളുടെ ഡയറ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി NCD ഉള്ള ആളാണോ, അതിന്റെ മെഡിക്കൽ ഹിസ്റ്ററി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയാൽ
ഫിസിക്കൽ മെഷർമെന്റ്സ് ആണ്. അതിൽ ഒന്നുമില്ല, നമ്മുടെ നോർമൽ ഹൈറ്റ്, വെയിറ്റ്, വേസ്റ്റ് സർക്കംഫറൻസ്, ബ്ലഡ് പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കും. ഇനി എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നത്? നമുക്ക് ഓവർ വെയിറ്റ് ഉണ്ടോ, ഒബീസിറ്റി ഉണ്ടോ, ഹൈ ബ്ലഡ് പ്രഷർ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫിസിക്കൽ മെഷർമെന്റ്സ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒബീസിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ BMI എന്ന് പറയുന്നത്, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈറ്റും വെയിറ്റും വേസ്റ്റ് സർക്കംഫറൻസും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തില് ഈ ഹൈറ്റും വെയിറ്റും വേസ്റ്റ് സർക്കംഫറൻസും ഒക്കെ വെച്ച് ആ ഒരാൾക്ക് ഓവർ വെയിറ്റ് ഉണ്ടോ, ഒബീസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ ഓവർ വെയിറ്റ്, ഒബീസിറ്റി, ഹൈ ബ്ലഡ് പ്രഷർ, ഈ പറയുന്നതെല്ലാം മറ്റുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനൊക്കെ ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റെപ്പ് സർവേയിൽ റിസ്ക് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ സർവൈലൻസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് സ്റ്റെപ്പ് 2 നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് യൂറിൻ സാമ്പിൾസ് ആർ കളക്ടഡ് ഫോർ ബയോകെമിക്കൽ അനാലിസിസ് ടു മെഷർ ഗ്ലൂക്കോസ്, കൊളസ്ട്രോൾ ആൻഡ് അതർ റെലവന്റ് മാർക്കേഴ്സ്. ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ബയോകെമിക്കൽ അനാലിസിസ് ആണ്. നമ്മുടെ ബ്ലഡ് സാമ്പിളും യൂറിൻ സാമ്പിളും ഒക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ, കൊളസ്ട്രോൾ ലെവല്, മറ്റ് NCD റിലേറ്റഡ് ആയിട്ടുള്ള റെലവന്റ് മാർക്കേഴ്സ് നമ്മൾ നോക്കുന്നു. അവിടെ നമ്മൾ ഡിസീസ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നോക്കുന്നത്. ഓക്കെ, ഇത്തരത്തിൽ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് എന്തെന്ന് പറയുന്നത് WHO സ്റ്റെപ്പ് സർവേ എന്ന് പറയുന്നത്. 3 സ്റ്റെപ്പ് ആയിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റനെയർ ആണ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ മെഷർമെന്റ്സ് ആണ്, ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബയോകെമിക്കൽ അനാലിസിസ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയാണ്. ഓക്കെ, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, റിസ്ക് ഫാക്ടറിലേക്ക് പോകുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ആണോ, അല്ലെങ്കിൽ ഓൾറെഡി NCD ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്നു, ഇൻഫർമേഷൻസ്. സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫിസിക്കൽ മെഷർമെന്റ്സ് എടുക്കുകയാണ്. ഹൈറ്റ്, വെയിറ്റ്, വേസ്റ്റ് സർക്കംഫറൻസ്, ബ്ലഡ് പ്രഷർ പോലെയുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ഓവർ വെയിറ്റ്, ഒബീസിറ്റി, ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ബയോകെമിക്കൽ അനാലിസിസ്, ബ്ലഡ്, യൂറിൻ സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസോ, കൊളസ്ട്രോളോ അല്ലെങ്കിൽ മറ്റുള്ള NCDസിനുള്ള റെലവന്റ് മാർക്കേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ ഒരു ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ചാപ്റ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ essay ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ അതിന് നമ്മൾ എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ആ ഒരു സമയത്ത് ഇതിനകത്തു നിന്നുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിനകത്തുനിന്ന് 2 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which among the following is a non-modifiable risk factor for NCD? ഏതാണ് ഈ പറഞ്ഞിരിക്കുന്നതിൽ NCDയുടെ ഒരു നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A ജെൻഡർ, ഓപ്ഷൻ B ആൽക്കഹോളിസം, ഓപ്ഷൻ C സ്മോക്കിംഗ് ആൻഡ് ഓപ്ഷൻ D ഒബീസിറ്റി. ഇപ്പൊ റിസ്ക് ഫാക്ടർ പഠിപ്പിച്ചപ്പോൾ മോഡിഫയബിൾ, നോൺ മോഡിഫയബിൾ രണ്ട് രീതിയിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ നോൺ മോഡിഫയബിൾ, മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ A ജെൻഡർ ആണ്. ഓക്കെ, അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ലെവൽ ഓഫ് പ്രിവെൻഷൻ വിച്ച് ഡീൽസ് വിത്ത് ഇയർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റ്. ഇത് നമ്മുടെ ലെവൽസ് ഓഫ് പ്രിവെൻഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏത് ലെവൽ ഓഫ് പ്രിവെൻഷനിലാണ് ഇയർലി ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും? ഓപ്ഷൻ A സെക്കൻഡറി, ഓപ്ഷൻ B പ്രൈമറി, ഓപ്ഷൻ C പ്രൈമോഡിയൽ ആൻഡ് ഓപ്ഷൻ D ടെറിഷറി. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ A സെക്കൻഡറി ആണ്. സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷനിലാണ് ഇയർലി ഡയഗ്നോസിസും പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റും വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, which among the following is a modifiable risk factor for NCD? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനുള്ള ഒരു മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ.
മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഏജ്, ഓപ്ഷൻ ബി എത്നിസിറ്റി, ഓപ്ഷൻ സി ഒബീസിറ്റി, ഓപ്ഷൻ ഡി ജെൻഡർ. ഓക്കെ, ഇതിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഒബീസിറ്റി ആണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, the level of prevention which deals with prevention of the emergence or development of risk factors among populations in which they have not yet appeared. റിസ്ക് ഫാക്ടർ പോലും വരുന്നതിന് മുന്നേ അതിനെ തടയാൻ വേണ്ടി എടുക്കുന്ന ലെവൽ ഓഫ് പ്രിവെൻഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പ്രൈമോഡിയൽ, ഓപ്ഷൻ ബി പ്രൈമറി, ഓപ്ഷൻ സി സെക്കൻഡറി ആൻഡ് ഓപ്ഷൻ ഡി ടെറിഷറി. ഓക്കെ, ഇതിന്റെ ആൻസർ നമുക്ക് അറിയാവുന്നതാണ് ഓപ്ഷൻ എ പ്രൈമോഡിയൽ. പ്രൈമോഡിയൽ ലെവൽ ഓഫ് പ്രിവെൻഷനിലാണ് റിസ്ക് ഫാക്ടർ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇത്രയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആൻസർ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന 2 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഫസ്റ്റ് വൺ, ക്രോണിക് ഡിസീസസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രോണിക് ഡിസീസസ്. നമ്മുടെ ക്രോണിക് ഡിസീസിന്റെ ഡെഫിനിഷനും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് 5 എണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സെക്കൻഡ് വൺ, എപ്പിഡമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോ. നമ്മൾ പഠിപ്പിച്ച സമയത്ത് തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞതാണ് എപ്പിഡമോളജിക്കൽ ട്രാൻസിഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തത്, റിസ്ക് ഫാക്ടേഴ്സ് ഫോർ NCD. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. ഇനി വരുന്ന ക്ലാസ്സുകളിലെല്ലാം തന്നെ NCD പഠിക്കുമ്പോൾ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് റിസ്ക് ഫാക്ടേഴ്സ്. അപ്പം അത് മൊത്തത്തിൽ ഒരു 7 റിസ്ക് ഫാക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് റിസ്ക് ഫാക്ടേഴ്സ് ഫോർ NCD എന്നുള്ള രീതിയിൽ കോമൺ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം. നാലാമത്തത് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ആണ്. ഇപ്പം ലേറ്റസ്റ്റ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഓരോന്ന് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ WHO സ്റ്റെപ്പ് സർവേ. അതും പഠിപ്പിച്ചപ്പോൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏത് രീതിയിലാണ് സർവേ മെത്തേഡ്സ്, അതിന്റെ സ്റ്റെപ്സ്, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഒരുവിധം എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. താങ്ക് യു.